ഇന്നത്തെ തോട് ബ്ലോക്ക് ചെയ്ത് മീൻ പിടിക്കാൻ പോകണ്ടാ. ഈ കാണുന്ന ഭാഗമാണ് കഴിഞ്ഞ ദിവസം പിടിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗം ബ്ലോക്ക് ചെയ്തിട്ടാ ഇപ്പം മീൻ പിടിക്കാൻ പോണത്. ഇവിടെ ആകെ പുല്ലും കുളവാഴൊക്കെ നിറഞ്ഞെടുക്കുകയാണ്. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം മീൻ പിടിക്കാൻ. നല്ല ചെളിയുള്ള ഒരു ഏരിയ ഉണ്ടത്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല മീനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ കാണുന്ന വല വെച്ചിട്ടാ തോടിൻ്റെ രണ്ട് സൈഡും ബ്ലോക്ക് ചെയ്യണത്. ഇങ്ങനെ വല വെച്ച് ബ്ലോക്ക് ചെയ്യുമ്പോൾ വല കുറച്ച് പുറകിലോട്ട് നീട്ടിയിടണ ഈ പരിപാടിനുണ്ടാ ചാട്ടിടാന്ന് പറയണത്. ഈ ബ്രാല് പോലുള്ള മീനുകളൊക്കെ നല്ല ഹൈറ്റിൽ ചാടിപ്പോവും. അങ്ങനെ ചാടിപ്പോണ മീനുകളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചാട്ടിട്ട് വെക്കണത്. ഒരു സൈഡ് വല വെച്ച് ബ്ലോക്ക് ചെയ്തതിന് ശേഷം മീനാ വലയിലേക്ക് ആട്ടിക്കയറ്റണ പരിപാടിയാണ് ട്ടാ ഈ കാണുന്നത്. വെറുതെ വല വെച്ചൊന്ന് കോരി നോക്കിയാണ് ട്ടാ. ആ വലയിൽ 2 പാലാത്താൻ കയറിയിട്ടുണ്ട്. ഈ പാലാത്താൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനുണ്ട് ട്ടാ. അതേപോലെ തന്നെ നല്ല മുള്ളുള്ളൊരു മീനും കൂടിയാണ്. അങ്ങനെ തോട് 2 സൈഡും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇനി മെയിൻ പരിപാടി ഈ കുളവാഴയും പുല്ലൊക്കെ ക്ലീൻ ചെയ്യലാണ്. അത്യാവശ്യം നല്ലൊരു ബ്രാല് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടാ. വലയിൽ ഇടിച്ചിട്ട് ഒരെണ്ണം തിരിച്ചു പോകുന്നതാണ്. ഈ കുളവാഴയൊക്കെ മാറ്റി ക്ലീൻ ആക്കിയതിന് ശേഷം വല വെച്ച് കോരിയാണ് കേട്ടാ പിടിക്കാൻ പോണത്. അങ്ങനെ കിടുക്കനൊരു ബ്രാലിനെ തന്നെ കേട്ടാ ആദ്യം തന്നെ ചാടി കിട്ടിയത്. എടാ വലിയ തകലൊന്നുമില്ലല്ലോ ഇവിടെ. ഇപ്പൊ കൂടുതലും ഇതിലൊക്കെ വിയറ്റ്നാം ബ്രാലുള്ളത്. നാടൻ ബ്രാലൊന്നും ഇത്ര സൈസ് എന്തായാലും വരൂല. പുല്ലും കുളവാഴയൊന്നും മുഴുവനായിട്ട് മാറ്റിയിട്ടില്ല കേട്ടാ. മീൻ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പിടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാവും. കാലുമന്നാണോ അത് പോയത്? ഉണ്ടെന്നുള്ള വലയില് ഈ വലയിൽ ഒരു മീൻ ഉണ്ടായിരുന്നു കേട്ടാ. പക്ഷെ ഏതോ ഒരു സൈഡിൽ കൂടെ ആശ മിസ്സായിട്ടുണ്ട്. ഈ വലയിലും മീനൊന്നും കയറിയില്ല കേട്ടാ. ഈ ഒരു വലയിൽ ആകെ കയറിയത് വലിയൊരു ആമയാണ്. ഇതിനിടയ്ക്ക് 2-3 പാലാത്തനെ കിട്ടിയായിരുന്നു കേട്ടാ. അതൊന്നും ഇടയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. സാധാരണ മിക്ക ഭാഗത്തൊന്നും നമുക്ക് നല്ല സൈസുള്ള കരിപ്പിടിനെ കിട്ടാറുണ്ട് കേട്ടാ. പക്ഷെ ഇതുവരെ ഇവിടുന്ന് അങ്ങനത്തെ വലുതിനൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു വലയിലും പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടാ. ഒരു ചെറിയ ഗൗരാമി മാത്രമേ കയറിയിട്ടുള്ളൂ. ബ്രാലിന് വെട്ടിടാനായിട്ട് പറ്റിയ മീനുണ്ടാ ഈ ഗൗരാമി. ഇതിനെ വെച്ച് വെട്ടിട്ട് കഴിഞ്ഞാൽ ബ്രാല പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും വന്നടിച്ചോളൂ.
വലിയ മീൻ എന്ന് പറയാൻ പറ്റിയ ആ ഒരെണ്ണത്തിനെ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ചെറിയ ചെറിയ മീനുകളാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലയിലും ഒരു പാലാത്തനാണ് കയറിയിട്ടുള്ളത്. അത് വലയുടെ ഉള്ളിൽ എടുക്കണത് പോലും അറിഞ്ഞില്ലായിരുന്നു. ലാസ്റ്റ് ടൈമിലാണ് കണ്ടത്. ഈ ഒരു വലയിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു കരിപ്പെണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇതിനു മുമ്പും ഒരു കരിപ്പെണ്ണ കിട്ടിയായിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിനെ കണ്ടിട്ട് നാടൻ കരിപ്പിടിയായിട്ട് തോന്നുന്നില്ല കേട്ടാ. അത്യാവശ്യം നല്ല സൈസുള്ള ഒരെണ്ണമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പാലാങ്കണ്ണിയും കയറിയിട്ടുണ്ട്. ഈ വല ബ്ലോക്ക് ചെയ്തതിൽ നമ്മൾ വിചാരിച്ച അത്ര മീനുകളൊന്നും കയറിയിട്ടില്ല കേട്ടാ. എന്നാലും ഇടയ്ക്കിട്ട് ഓരോന്നിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ കിട്ടിയിട്ടുള്ളതും അത്യാവശ്യം നല്ലൊരു കരിപ്പിടിയാണ് കേട്ടാ. ദേ ഒരു ആമയുടെ സൈസ് നോക്കിയേ. ഇവന്മാരൊക്കെ നമ്മൾ തോടിനോട് ചേർന്നിട്ടുള്ള കുളത്തിൽ കെറിഞ്ഞ് കളയുണ്ട്. ഈ വലയിൽ അത്യാവശ്യം നല്ലൊരു കടു കയറിയിട്ടുണ്ട് കേട്ടാ. ഇതിനു മുമ്പ് കടുവിനെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല സൈസുള്ളവരെണ്ണ കയറിയിട്ടുള്ളത്. ഇതിനെ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈക്ക് ചിലപ്പോൾ നല്ല പണി കിട്ടും. അങ്ങനെ ചെറിയ ചെറിയ മീനുകളൊക്കെ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതുവരേക്കിൻ്റെ ഇത്രയും മീനിട്ട കിട്ടിയിട്ടുള്ളത്. നല്ല ചൂടുള്ള സമയം കേട്ടോ. അതുകൊണ്ട് തന്നെ പാലാത്തനൊക്കെ പെട്ടെന്ന് തന്നെ ചത്തിട്ടുണ്ട്. അങ്ങനെ മീനെ നോക്കണതിൻ്റെ ഇടയ്ക്ക് കേട്ടാ നമ്മൾ ചാട്ടുട്ടേലേക്ക് ഒരു ബ്രാലും കൂടെ ചാടിയത്. ഭാഗ്യമില്ലാത്ത ബ്രാലല്ലേ. ഇത് നമ്മളേത് പോയത് പണ്ടാറച്ചാട്ടം. അത്രയും നേരം നോക്കിയിട്ടും കിട്ടാണ്ടിരുന്ന ബ്രാലിനെ കേട്ടാ ലാസ്റ്റ് ചാടി കിട്ടിയത്. ഇന്ന് മീൻ പിടിക്കാനായിട്ട് ഞങ്ങൾ 3 പേരേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് 3 പേർക്ക് ആവശ്യത്തിനുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കാണാനൊക്കെ